നമസ്കാരം. PSC ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി 18 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അല്ലേ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഇത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് അല്ലേ. എങ്കിൽ 2025 ജനുവരി നിലവിൽ വന്ന ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിസാമാബാദ്, തെലങ്കാനയിൽ നിസാമാബാദാണ്. 2025 ജനുവരി നിലവിൽ വന്ന ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിസാമാബാദ്, തെലങ്കാന അല്ലേ. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രമാണ് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തുമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി, കേരള ഹൈക്കോടതി. ട്രാൻസ്ജെൻഡേഴ്സുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തുമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഏതാണ്? അത് കേരള ഹൈക്കോടതി അല്ലേ. യെസ്. അപ്പം ഇതാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. എങ്കിൽ 2025 ജനുവരി നിലവിൽ വന്ന ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിസാമാബാദ്, തെലങ്കാന. രാജ്യത്തെ ഏറ്റവും മികച്ച വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ് അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താക്കുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. യെസ്. ഇനി ട്രാൻസ്ജെൻഡർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തുമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി, കേരള ഹൈക്കോടതിയാണ്. ഇതാണ് കേരള ഹൈക്കോടതി. എങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എല്ലാ കൂട്ടുകാർക്കും ചോദ്യം ചോദിക്കട്ടെ. ഇനി വൻ പരീക്ഷയിൽ ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്: ആരുടെ ആത്മകഥയാണ് ഹോപ്പ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താക്കുക, ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. വരും പരീക്ഷകളിൽ 2025 നടക്കുന്ന പരീക്ഷകളിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ആരുടെ ആത്മകഥയാണ് ഹോപ്പ്? ഓക്കെ. ഇനി സിവിൽ കോടതിയിൽ നിയമിതനായ മലയാളി ജഡ്ജിയാണ് വിനോദ് ചന്ദ്രൻ. ആരാണ്? വിനോദ് ചന്ദ്രൻ. സുപ്രീം കോടതി, എന്താണ് സിവിൽ കോടതി അല്ലേ, സോറി കേട്ടോ. സുപ്രീം കോടതിയിൽ നിയമിതനായ മലയാളി ജഡ്ജിയാണ് വിനോദ് ചന്ദ്രൻ. ഓർത്തു വെക്കുക, സുപ്രീം കോടതിയിൽ നിയമിതനായ മലയാളി ജഡ്ജിയാണ് വിനോദ് ചന്ദ്രൻ. 2025 ജനുവരിയിൽ ലെബനൻ്റെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് നവാസ് സലീമാണ്. ആരാണ്? നവാസ് സലീം. 2025 ജനുവരിയിൽ ലെബനൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നവാസ് സലീമാണ്. 2025 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിളാണ് ന്യൂ ഗ്ലൈൻ. ഇതാണ് 2025 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിളാണ് ഇത് ന്യൂ ഗ്ലൈൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായ മലയാളി ആദിത്യ സുഹാസ് നായരാണ്. ആരാണ്? ആദിത്യ സുഹാസ് നായർ. ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായ മലയാളി ആദിത്യ സുഹാസ് നായർ അല്ലേ. ഇനി വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ടോപ്പ് അച്ചീവ് വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനും ഒപ്പം ഇടം നേടിയ സംസ്ഥാനം കേരളമാണ്. ഏതാണ്? കേരളം അല്ലേ. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ടോപ്പ് അച്ചീവ് വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനും ഒപ്പം ഇടം നേടിയ സംസ്ഥാനം കേരളമാണ്. ഇനി ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് കേരളം. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയതാരാണ്?
കേരളം അല്ലേ. ഇനി അമേരിക്കയിലെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് മാഗസിൻ 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുത്തത് നമുക്കറിയാം നീരജ് ചോപ്ര. ആരെയാണ്? നീരജ് ചോപ്ര അല്ലേ. അമേരിക്കയിലെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് മാഗസിൻ 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്ര. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെ. അപ്പം എന്താണ്, ആരുടെ ആത്മകഥയാണ് ഹോപ്പ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക, അറിയാത്ത കൂട്ടുകാർ ഇതാക്കുക, പഠിച്ചു വെക്കുക. കമൻറ്റ് വരുന്ന ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റുകൾ നോക്കി എന്താക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പം സുപ്രീം കോടതിയിൽ നിയമിതനായ മലയാളി ജഡ്ജിയാണ് വിനോദ് ചന്ദ്രൻ. 2025 ജനുവരി ലെബനൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നവാസ് സലീം അല്ലേ. 2025 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? ന്യൂഗ്ലൈൻ. ഏതാണ്? ന്യൂഗ്ലൈൻ. ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായ മലയാളി ആദിത്യ സുഹാസ് നായർ. ആരാണ്? ആദിത്യ സുഹാസ് നായർ. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ടോപ്പ് അച്ചീവ് വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനും ഒപ്പം ഇടം നേടിയ സംസ്ഥാനം കേരളമാണ്. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് കേരളം. അമേരിക്കയിലെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് മാഗസിൻ 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്ര. ഓക്കെ അല്ലേ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും എന്താക്കുക, നമ്മുടെ ഹോപ്പ് എന്ന ആത്മകഥ ആരുടേതാണ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. സി യു.